NDA വലിയ മുന്നേറ്റം നടത്തുന്നു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. 6 കോർപ്പറേഷനുകളിൽ ഒരിടത്ത് NDAയുടെ വലിയ മേൽക്കൈ, അതായത് തിരുവനന്തപുരത്ത് 21-16 എന്ന നിലയിലേക്ക് എത്തുന്നു. തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഇത്തവണ NDA മാറും എന്ന സൂചനകൾ തന്നെയാണ്. അങ്ങനെ രാഷ്ട്രീയ കേരളം ഇപ്പോൾ തലസ്ഥാന നഗരിയിലേക്ക് കണ്ണുകൂർപ്പിക്കുന്നു, കാതുകൂർപ്പിക്കുന്നു. അവിടെയാണ് NDAയുടെ വലിയ മുന്നേറ്റം നടക്കുന്നത്. ഒരുപക്ഷെ അധികാരത്തിലേക്ക് എന്ന നിലയിലേക്ക് എത്തിയില്ല എങ്കിലും പ്രതീക്ഷിച്ചതുപോലെ വലിയൊരു മുന്നേറ്റം അവിടെ NDA കാഴ്ചവെക്കുന്നുണ്ട്. കൊച്ചിയിൽ ആണ് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടിയിലേക്ക് കൊച്ചി പോകുന്നു. വലിയ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടും അവിടെ വിമതരെ അനുനയിപ്പിക്കാൻ UDFന് സാധിച്ചില്ല. വിമതർ ചോർത്തിയ വോട്ടുകൾ നാണം കെടുത്തുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും കൊല്ലം ഇപ്പോഴും UDFനെ പിന്തുണയ്ക്കുകയാണ്. 22 സീറ്റുകളിൽ കൊല്ലത്ത് UDF മുന്നിട്ട് നിൽക്കുന്നു എന്നത് അപ്രതീക്ഷിതമാണ്. കൊല്ലത്ത് അപ്രതീക്ഷിതമായിട്ട് UDFന്റെ മുന്നേറ്റം വന്നിരിക്കുകയാണ്. അതായത് UDFന്റെ മുന്നേറ്റം കഴിഞ്ഞ തവണത്തേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ UDFന്റെ വലിയ മുന്നേറ്റം സംസ്ഥാനത്തുടനീളം എന്ന് പോലും പറയാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം നഗരസഭകൾ വെച്ച് നോക്കുമ്പോൾ UDF ആണ് കൂടുതൽ നഗരസഭകളിലും LDFനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകൾ സ്ഥിതി വ്യത്യസ്തമായിരിക്കും. പക്ഷേ ജില്ലാ പഞ്ചായത്തുകളിൽ UDFന് തിരിച്ചു വരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അതൊരു രാഷ്ട്രീയ ചിത്രമായി തന്നെ മാറുകയാണ്. അതിൽ കോട്ടയവും ഇടുക്കിയും ഒക്കെ തിരിച്ചുവരവിന്റെ പാതയിലേക്ക് UDF വന്നിരിക്കുകയാണ്. അത് നിസ്സാരമല്ല, വലിയ രീതിയിലുള്ള വ്യത്യാസം പോലും ഇക്കാര്യത്തിൽ വരികയാണ്. വയനാട് കഴിഞ്ഞ തവണ ടൈ ആയിരുന്നു, പക്ഷേ ഇത്തവണ UDFന്റെ വ്യക്തമായ ആധിപത്യം. കാസർഗോഡും അതേ രീതിയിൽ. എറണാകുളത്ത് സ്വന്തം ശക്തി കേന്ദ്രത്തിൽ ശക്തി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിരിക്കുന്നു. മലപ്പുറത്ത് വലിയ മുന്നേറ്റം UDFന് ഉണ്ടാവുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDFും LDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമാണ് UDFന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ബാക്കി മിക്കയിടങ്ങളിലും കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റം LDFന് കിട്ടുമെന്ന് പ്രതീക്ഷയെടുത്താണ് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് കോർപ്പറേഷനിൽ പോലും പോകുന്നത്. അതുമാത്രമല്ല, നഗരസഭകളിൽ 3 നഗരസഭകളിലും LDF ലീഡ് ചെയ്യുന്നു എന്ന് വെച്ച് അത് ഏകപക്ഷീയമായ മുന്നേറ്റമല്ല. അത് മാത്രമല്ല, പുനലൂർ നഗരസഭയിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ്. അവിടെ LDFന് മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ കരുനാഗപ്പള്ളിയിലും കൊട്ടാരക്കരയിലും മുന്നേറാനായിട്ട് കഴിയുന്നുണ്ട്. പരവൂരിലും മുന്നേറാൻ LDFന് കഴിയുന്നുണ്ട്. എങ്കിലും അതൊരു ഏകപക്ഷീയമായ മുന്നേറ്റം പോലുമല്ല. അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പോലും UDFന് അല്ലേ രീതിയിലേക്ക് വന്നിട്ടില്ല. ജില്ലാ പഞ്ചായത്തുകൾ 2020 തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഘട്ടത്തിൽ ഇത് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാരണം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലാ പഞ്ചായത്തുകളിൽ 2ഇടത്ത് മാത്രമായിരുന്നു ആധികാരികമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് സാധിച്ചത്. പക്ഷേ ഒരു ജില്ലാ പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്നു. അങ്ങനെ 3, അതായത് 11-3 എന്നതായിരുന്നു 2020 കണക്ക് എങ്കിൽ ഇത്തവണ അത് 7ലേക്കെങ്കിലും ഉയർത്താൻ പറ്റുമെന്ന വലിയ ആത്മവിശ്വാസം ജില്ലാ പഞ്ചായത്തുകളിൽ UDF പ്രകടമാക്കിയിരുന്നു. അതിനെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനത്തിലേക്ക് പോകുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കണക്ക് പരിശോധിച്ചാൽ 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 111ഇടത്തും കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന്റെ മേൽക്കോയ്മയായിരുന്നു. 40 ഇടങ്ങളിൽ മാത്രമാണ് UDFന് മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നത്. അവിടെയും സാഹചര്യം മാറിമറിയുന്നു എന്ന് വേണം നമുക്ക് എടുത്തു പറയാൻ. 941 ഗ്രാമപഞ്ചായത്തുകളിൽ 580 ഗ്രാമപഞ്ചായത്തുകളും LDFനൊപ്പം നിന്നിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2020. കേവലം 12 പഞ്ചായത്തുകൾ മാത്രമായിരുന്നു NDAക്കുണ്ടായിരുന്നത്. നഗരസഭയുടെ കണക്ക് പരിശോധിച്ചാൽ 2 നഗരസഭകളാണ് NDAക്കുണ്ടായിരുന്നത്. 87-ൽ 43 അവിടെ LDFനായിരുന്നു. നഗരസഭകളിൽ മാത്രമായിരുന്നു കഴിഞ്ഞ തവണ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ UDFന് സാധിച്ചത്. എങ്കിൽ ഇത്തവണ ആ സാഹചര്യം മാറുന്നു. അതായത് മഞ്ജുഷ് 400-ന് മുകളിൽ പഞ്ചായത്തുകളിൽ ഭരണം നേടും എന്നുള്ളതാണ് UDFന്റെ കണക്ക്. ഒരുപക്ഷെ ആ കണക്കിലേക്ക് എത്തിപ്പെട്ടേക്കാം. 7 ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കും എന്ന നിലയിലുള്ള കണക്കുകൾ ഉണ്ടായിരുന്നു. അത്തരം ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ ജില്ലാ പഞ്ചായത്തുകളുടെയൊക്കെ എണ്ണം പരിശോധിക്കുമ്പോൾ 1-2 സീറ്റുകളുടെ വിജയം പോലും ജില്ലാ പഞ്ചായത്തിലെ മേൽക്കൈ നിശ്ചയിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനം വരെ, അതായത് വോട്ടെണ്ണലിന്റെ അവസാനം വരെ നമുക്ക് കാത്തിരിക്കേണ്ട പശ്ചാത്തലമാണുള്ളത്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വ്യക്തമാക്കുന്നത്. ഇവിടെ LDFന് നേരിയ മുൻതൂക്കമുണ്ട് എങ്കിൽ പോലും പോരാ LDFന്. കാരണം അങ്ങനെയല്ല തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നത്. ഗ്രാമപഞ്ചായത്തുകളിൽ പോലും നില മെച്ചപ്പെടുത്തുവാൻ UDFന് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ മുനിസിപ്പാലിറ്റികളിലായിരുന്നു ഇത് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെയല്ല ഇത്തവണത്തെ ട്രെൻഡ് വന്നിരിക്കുന്നു. അതേസമയത്ത് തന്നെ BJP നില വളരെയധികം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ്. പല നഗരസഭകളിലും അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ
നില ഏറെ മെച്ചപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അതുമാത്രമല്ല കൊച്ചി കോർപ്പറേഷനിലും കോഴിക്കോട് കോർപ്പറേഷനിലും ഒക്കെ വലിയ മുന്നേറ്റം നടത്തുവാനായിട്ട് പ്രധാന ശക്തിയായിട്ട് മാറുന്നു എന്നാണ്. കാരണം ഭരണം തീരുമാനിക്കുന്നത് ആരാണ് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. BJPയെ മാറ്റി നിർത്തണമെങ്കിൽ അവിടെ UDFും LDFും ഒന്നിച്ച് ഭരിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ വോട്ടെടുപ്പ് വരുമ്പോൾ വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ കൃത്യമായിട്ട് അറിയാം, അത് കൊച്ചിയിൽ ആർക്കും 29ലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കോഴിക്കോട് പോലും കേവല ഭൂരിപക്ഷം, കൊച്ചിയിൽ 39ലേക്ക് എത്താൻ പറ്റില്ല, കോഴിക്കോടും അങ്ങനെ തന്നെ. അതേപോലെ തന്നെ കൊല്ലത്തും ഇല്ലേ കേവല ഭൂരിപക്ഷമായ 29ലേക്ക്. അത് നോക്കൂ, തൃശ്ശൂരിലും അങ്ങനെ തന്നെയാണ്, കേവല ഭൂരിപക്ഷം 29ആണ്. അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് അതിപ്രധാനമായ ഒരു കാര്യമാണ് നടക്കുന്നത്. കണ്ണൂരിലും ഏകദേശം ഇല്ലേ, കണ്ണൂരിൽ 20, 17, 5 എന്നുള്ളതാണ്. കണ്ണൂരിലും വേണം 29 സീറ്റുകൾ. അതിലേക്ക് എത്താൻ ആർക്കും കഴിയില്ല. എന്തായാലും പലയിടത്തും സ്ഥാനാർത്ഥികളെ, അതായത് വാർഡുകളിൽ പലയിടത്തും ഔദ്യോഗികമായി തന്നെ ഫലം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനുകളിലേക്കുള്ള ഔദ്യോഗിക ഫലം വന്നിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളുടെ വിജയം വന്നിട്ടുണ്ട്. ഇതാ വലിയ ആവേശം, കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ഉൾപ്പെടെ, മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആവേശം ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ്, അതുകൊണ്ട് തന്നെ ഇത്തരം ദൃശ്യങ്ങൾ എല്ലാ കോട്ടകളിലും നമുക്ക് കാണാൻ സാധിക്കും. അത് ഇടത് കേന്ദ്രങ്ങളിലുണ്ടാകും, NDA കേന്ദ്രങ്ങളിലുണ്ടാകും. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ എന്നത് UDF കേന്ദ്രത്തിൽ നിന്നുള്ള, ഇതാ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇടതുപക്ഷത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ, അതായത് തങ്ങളുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമ്പോഴുള്ള ആവേശ കാഴ്ചകളാണ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമായി 24 തിരുവനന്തപുരം കോർപ്പറേഷനിൽ 24 എന്നുള്ളതാണ് കണക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ വരികയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, നേരത്തെ കൃത്യമായ ലീഡ് BJP നേടിയതാണെങ്കിൽ ഇപ്പോൾ തിരികെ പിടിച്ചിരിക്കുകയാണ്. LDFും ഒപ്പത്തിനൊപ്പം വരുന്നു. UDF ഏറെ പിന്നിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ എല്ലാ ശ്രദ്ധയും, കേരളത്തിന്റെ ശ്രദ്ധ മുഴുവൻ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരികയാണ്. അവിടെ BJPക്ക് ഭരണം പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ്. കഴിഞ്ഞ തവണത്തെ 35 സീറ്റുകളിൽ നിന്ന് 51 സീറ്റുകളിലേക്ക് വളർന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. 24, 7, 1 ഇതാണ് ഇപ്പോഴത്തെ കണക്ക്. അതായത് മുട്ടറയിൽ അട്ടിമറി നടന്നിരിക്കുന്നു, വൈഷ്ണ സുരേഷ് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേരായിരുന്നു വൈഷ്ണ സുരേഷിൻ്റെത്. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടർ പട്ടികയിലെ പേരുമായി ബന്ധപ്പെട്ട് അടക്കം ചർച്ച ചെയ്യപ്പെട്ട പേര്. മുട്ടടയിൽ 397 വോട്ടുകൾക്ക് വൈഷ്ണ വിജയിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളായി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിരുന്ന പോരാട്ടം നയിച്ച UDFിന്റെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് ആധികാരികമായ വിജയം എന്നുള്ളതാണ്, അട്ടിമറി വിജയം എന്നതാണ് മഞ്ജുഷ ഏറ്റവും പുതിയ വിവരം പങ്കുവെക്കേണ്ടത്. ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട നിരവധിയായ പേരുകൾ ഉണ്ടായിരുന്നു. അത് വിവാദങ്ങളിലൂടെ അടക്കം ചർച്ച ചെയ്യപ്പെട്ടു. വനിതാ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു, യുവ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെയുള്ള വൈഷ്ണ സുരേഷ ഒരുപക്ഷെ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേര്. ആ പേരുകാരിയെ വിജയിപ്പിച്ചെടുക്കാൻ UDFിന് സാധിച്ചു എന്നത് ഈ ഘട്ടത്തിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന, അല്ലെങ്കിൽ വലിയ കരുത്ത് പകരുന്ന ഒന്നാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രകടനം മങ്ങുമ്പോഴും അവരുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ, ചർച്ച ചെയ്യപ്പെട്ട പേരുകൾ വിജയിച്ചു എന്നത് ഈ ഘട്ടത്തിൽ ഒരു പരിധിവരെയെങ്കിലും അവർക്ക് ആശ്വാസം നൽകുന്നുണ്ട്. മഞ്ജുഷ്, ശരി, ഇതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. വൈഷ്ണ സുരേഷിന്റെ വിജയം അതെന്തായാലും UDF ക്യാമ്പുകളെ ആഹ്ലാദിപ്പിക്കുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFിന് എന്തായാലും ഒരു നിർണായക ശക്തിയായിട്ട് മാറാൻ കഴിയുമെന്ന് തന്നെ ഇപ്പോൾ കരുതേണ്ടിയിരിക്കുന്നു. കാരണം ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ ഒന്നുകിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് സഹായിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരുമിച്ച് ഭരിക്കേണ്ടി വരും. പക്ഷേ UDF LDF ഒരുമിച്ചുള്ള ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അല്ലേ, അത് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ചിലപ്പോൾ സഹായിച്ചേക്കാം. അവിടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP വന്നാൽ പോലും ഇല്ലേ അവിടെ ഭരണം ഉറപ്പല്ല. അവിടെ കേവല ഭൂരിപക്ഷം തന്നെ വേണ്ടിവരും തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് BJP വന്നാൽ അത് ഒരു ചരിത്ര സംഭവമായി തന്നെ മാറും. BJP ക്യാമ്പുകൾ ഏറെ ആഹ്ലാദിക്കുകയാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോൾ 24 എന്നുള്ള രീതിയിലാണ് തിരുവനന്തപുരത്ത് ഓരോ ഡിവിഷനുകളുടെ ഫലം വരുമ്പോഴും മാർ ഇവാനിയോസ് കോളേജിന് മുന്നിൽ ആഹ്ലാദ നിമിഷങ്ങളാണ്. നെഞ്ചിടിപ്പിന്റെ